പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഈ പുതിയ മാസത്തില് 6-ാം തീയതി വെള്ളിയാഴ്ച ഈ പ്രഭാതത്തില് പ്രഭാത മന്നയുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച ആ കൃപയ്ക്കാട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യമാണ്. അതിപ്രകാരം വായിക്കുന്നു: ആകയാൽ നാം എന്ത് പറയേണ്ടു? ന്യായപ്രമാണം പാപം എന്നോ? ഒരു നാളും അരുത്. എങ്കിലും ന്യായപ്രമാണത്താൽ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞിട്ടില്ല. ഇവിടെ തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് നിയമവും കൃപയും എതിരേറ്റപ്പോൾ. നിയമവും കൃപയും എതിരേറ്റപ്പോൾ. ഇവിടെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പൗലോസ്ലീഹ. ന്യായപ്രമാണം രണ്ടുണ്ട്. ഒന്ന്, യഹോവയായ ദൈവം തൻ്റെ സ്വന്തം കൈകളാൽ എഴുതി മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പന അടങ്ങിയിരിക്കുന്ന ന്യായപ്രമാണം. രണ്ടാമത്തെ ന്യായപ്രമാണം എന്ന് പറയുന്നത് മോശയിക ന്യായപ്രമാണം. ഈ മോശയിക ന്യായപ്രമാണം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോടു കൂടി അവിടെ അവസാനിച്ചു. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മാനവ ജാതികളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് പ്രാണൻ വിട്ടപ്പോൾ ആ നിമിഷം അവിടുത്തെ ദേവാലയത്തിലെ തിരുശീല മുകൾ മുതൽ താഴെ വരെയും കീറുവാൻ ഇടയായി തീർന്നു. അതെന്തിനെ കാണിക്കുന്നു? പൗരോഹിത്യമായിട്ടുള്ള എല്ലാ കാര്യാദികളും അവിടെ കൊണ്ട് അവസാനിച്ചു. കർത്താവിന്റെ കാൽവരി ക്രൂശോളെ എല്ലാ പൗരോഹിത്യമായിട്ടുള്ള എല്ലാ കാര്യാദികളും എല്ലാ ശുശ്രൂഷകളും അവിടെ കൊണ്ട് തീർന്നു. പിന്നെ നിലനിൽക്കുന്നത് യഹോവയായ ദൈവം തൻ്റെ കൈവിരലുകളാൽ എഴുതി മോശയ്ക്ക് നൽകിയ ന്യായപ്രമാണം അഥവാ 10 കൽപ്പന. ആ 10 കൽപ്പന ഒരിക്കലും മാറിപ്പോകുന്നത് അല്ല. ആ 10 കൽപ്പനയിലാണ് ഇന്നും തൻ്റെ നിയമങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന. സ്തോത്രം. ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള കൽപ്പനകൾ മനുഷ്യനും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. അതില് 1-ാമത്തെ കൽപ്പന, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഞാനല്ലാതെ വേറൊരു ദൈവവും ഉണ്ടാകരുത്. അങ്ങനെ പറഞ്ഞ ദൈവം 4-ാം കൽപ്പനയില് വന്നപ്പോൾ യഹോവയാ ദൈവം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: ഇങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവൃത്തനായി താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു.
സ്തോത്രം 7-ാം ദിവസത്തെ ദൈവം എന്ത് ചെയ്തു? അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വേണ്ടി വന്നതല്ല, പിന്നെയോ നിവർത്തിപ്പാൻ വേണ്ടി അത്രേ വന്നത്. അപ്പോ ന്യായപ്രമാണത്തെ നിവർത്തിക്കുവാൻ വേണ്ടി, ഒന്നുകൂടി സ്ഥിരമാക്കുവാൻ വേണ്ടി സ്തോത്രം ആണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. ഇവിടെ മോശയിക ന്യായപ്രമാണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതായത് ആവർത്തന പുസ്തകം 31-ാം അധ്യായം അതിന് 9-ാം വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നു. ആവർത്തന പുസ്തകം 31-ാം അധ്യായം 9-ാം വാക്യം. അനന്തരം മോശ ഈ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രായേലിന്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ചു. നോക്കണമേ, മോശ എഴുതിയ ന്യായപ്രമാണം. 2, യഹോവയായ ദൈവം എഴുതിയ ന്യായപ്രമാണം. സ്തോത്രം. അപ്പോൾ യഹോവയായ ദൈവം എഴുതിയ ന്യായപ്രമാണത്തിന് എന്തില്ല? മാറ്റമില്ല. കർത്താവ് പറഞ്ഞു, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, സമുദ്രം മാറിപ്പോകും, സകലതും കാണുന്ന സകലതും മാറിപ്പോകും. എന്നാൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിനോ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല എന്ന്. അതെന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ ന്യായപ്രമാണം, ദൈവത്തിന്റെ വചനം. സ്തോത്രം. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. സ്തോത്രം. അങ്ങനെ പറഞ്ഞ ദൈവം നമുക്കറിയാം, പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ആ ദൈവം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർക്കുവാൻ ഇടയായി തീർന്നു. അതേ സ്തോത്രം. കൃപയും സത്യവും നിറഞ്ഞവനായി. സത്യം എന്താണ്? സത്യം ദൈവത്തിന്റെ വചനമാണ്. ആ സത്യത്തിന് എന്തില്ല? വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല. സ്തോത്രം. അതേ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഈ പ്രപഞ്ചത്തിൽ നിന്നും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ആരെങ്കിലും നീക്കിയാൽ അവരുടെ അംശം ദൈവം സ്വർഗത്തിൽ നീക്കുമെന്ന്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, ഈ ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിക്കോ പുള്ളിക്കോ എന്തില്ല? മാറ്റമില്ല. ഇത് അക്ഷരം പ്രതി ആരനുസരിക്കുന്നുവോ, ദൈവത്തിന് ന്യായപ്രമാണ പ്രകാരം കൽപ്പന പ്രകാരം ആരൊക്കെ നടക്കുന്നുവോ അവരെ ചേർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു രണ്ടാമത് വരുന്നത്. സ്തോത്രം. അപ്രകാരം ദൈവത്തിന് കൽപ്പനകളെ അനുസരിച്ച്, ദൈവം പറഞ്ഞിരിക്കുന്നതെല്ലാം അനുസരിച്ച്, ദൈവഹിതപ്രകാരം നാം നടക്കുകയാണെങ്കിൽ, അനുസരിച്ച് നടക്കുകയാണെങ്കിൽ കർത്താവ് യേശുക്രിസ്തു ഇരിക്കുന്നിടത്ത് നാമും ഇരിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അങ്ങനെയെങ്കിലും ഇന്ന് പകൽക്കാലം ഈ ലോകവും അതിന്റെ എല്ലാ മോഹങ്ങളും ഒഴിഞ്ഞു പോകുമെന്നും ദൈവത്തിന് വചനം പറയുന്നു. സ്തോത്രം. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവനും എന്നേക്കും നിലനിൽക്കും. അപ്രകാരം ഇന്ന് പകൽക്കാലം ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ, നിത്യജീവൻ നേടുവാൻ സർവശക്തനായ ദൈവം എന്റെ കേൾവിക്കാരായ ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വചനം കേട്ട എല്ലാ അവിടുത്തെ മക്കളെയും ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. അവിടുത്തെ വരവെങ്കിൽ ആരും നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകാതെ വന്ന കർത്താവേ, ദൈവിക കൽപ്പനകൾ അനുസരിച്ച് ദൈവഹിതപ്രകാരം കർത്താവേ ജീവിക്കുവാൻ അവിടുത്തെ മക്കളെ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം. കർത്താവേ, ദൈവത്തിന്റെ വിശുദ്ധ ദിനത്തെ ആചരിച്ചുകൊണ്ട് കർത്താവേ, സ്തോത്രം, ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ജീവിക്കുവാൻ ഏവരെയും സഹായിക്കണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമേൻ.